കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഒരു കസിൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് നഴ്സിംഗ് പ്രൊഫഷൻ നോക്കാൻ പാടില്ലേ എന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫീൽഡ് എംകോം ആണ്, അതുകൊണ്ട് നഴ്സിംഗ് അതെങ്ങനെ ശരിയാവുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ IELTS പോയി. IELTS പോയി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അതിൻ്റെ ഡേറ്റ് എടുത്തായിരുന്നു. ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വേറെ ഒരു കസിൻ പറഞ്ഞു IELTSനേക്കാളും ബെറ്റർ ഓപ്ഷൻ ഇരുന്നുകൊണ്ട് PT ആണ്, PT ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ PT ജോയിൻ ചെയ്തു. എനിക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ ന്യൂസ് സ്കോർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ എനിക്ക് ഓസ്ട്രേലിയക്ക് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. അത് 2 പ്രാവശ്യം കൂടെ എഴുതി. അപ്പോൾ സെയിം ന്യൂസ് സ്കോർ ആയിരുന്നു കിട്ടിയത്. അപ്പം എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞു, നിനക്ക് ന്യൂസ് സ്കോർ ഉണ്ടല്ലോ, നിനക്ക് നഴ്സിംഗ് അവിടെ നോക്കുക എന്നുള്ള രീതി പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ ഫെബ് ഇൻടേക്കിലായിരുന്നു പോകാനായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രോസസിംഗിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പ്രോസസിംഗിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ഓഫർ ലെറ്റർ എനിക്ക് വന്നു. ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും വലിയ കടമ എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യമായിരുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുമ്പോഴത്തേനും ഞങ്ങളുടെ വീടിന് നിലവായിട്ട് അപ്പോൾ പുരേഡായിട്ട് മാറ്റാനായിട്ട് ഏകദേശം 3-4 വർഷം മാക്സിമം എടുക്കും. അതെനിക്ക് ഒരു 2 മാസത്തിനുള്ളിൽ എനിക്കത് സാധിച്ചു കിട്ടി. അതുപോലെ തന്നെ ഇരുന്നുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു 50-60 ലക്ഷത്തോളം എഡ്യൂക്കേഷൻ ലോൺ പാസ്സാണായിരുന്നു. അപ്പോൾ ഞാൻ ബാങ്കിൽ ചെന്നപ്പോഴത്തേനും എന്നോട് പറഞ്ഞത് മാക്സിമം 50 ലക്ഷമാണ് കിട്ടത്തുള്ളൂ എന്നുള്ള രീതി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാങ്ക് മാനേജറെ കണ്ട് ഒന്നുകൂടെ ചെന്നപ്പോഴത്തേനും സാർ പറഞ്ഞു തനിക്ക് ഭയങ്കര ലക്കുണ്ടല്ലോ, കാരണം 50 ലക്ഷം എന്നുള്ളത് ഇരുന്നുകൊണ്ട് 60 ലക്ഷമാക്കി അവർ സാങ്ഷൻ ചെയ്ത് എനിക്ക് തന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വിസയുടെ കാര്യങ്ങൾ എനിക്ക് എംകോം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നഴ്സിംഗ് ആവുന്നതിന് റിജക്ഷനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് വിസയ്ക്ക് കുറച്ച് ലാഗ് ആയി എന്ന് പറഞ്ഞാൽ ഇരുന്നുകൊണ്ട് എനിക്ക് ലാസ്റ്റ് എനിക്ക് വിസ കിട്ടി. അതുപോലെ തന്നെ ഞാൻ ഓഫർ ലെറ്ററിൻ്റെ അവിടെ തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട്